അപ്പോൾ ഗ്ലാസ്സസ് ഉണ്ട്. നിങ്ങൾ ആദ്യം ഓരോ ഗ്ലാസ് നിരത്തി വെക്കാം. എന്നിട്ട് ബലൂൺ വീർപ്പിക്കാം. എന്നിട്ട് ഓരോ ഗ്ലാസ് വീർപ്പിച്ച് ആ കാറ്റ് കൊണ്ട് കളയണം. കൂട്ടത്തിലെ തല്ലുകൊള്ളി. ഞാനോ? പിന്നെ ഞാനോ? പകൽ മാന്യം. രണ്ടുപേരും പകൽ മാന്യം. എല്ലാവരുടെ ഫേസ് കാണായിരുന്നു. വേട്ടാവളി എന്നൊരു പേരും കൂടെ വന്നപ്പോ തീർന്ന് വെളിയിൽ ഇറങ്ങി നടക്കാൻ അത് ശരിക്കും പെട്ടെന്ന് ഇട്ടതാ കേട്ടോ. വിളിച്ചിപ്പം ലോകര് മുഴുവൻ വിളിക്കേണ്ട അവസ്ഥയായി. വിളിക്കാറുണ്ടോ പുറത്ത് പോകുമ്പോ? ഇരുട്ടത്തോടെയൊക്കെയാ വിളിക്കുന്നേ. പ്ലാനിങ്ങിന് ടൈം പോകത്തില്ല പുള്ളിക്ക്. പക്ഷെ പുള്ളി അത് പ്ലാൻ ആണെന്ന് വിചാരിക്കും. നേരെ പോയി പൊട്ടത്തരെ വന്ന് പറഞ്ഞ് എത്തിക്കത്തുള്ളൂ പുള്ളി. അവിടെ കൂട്ടി ഞാൻ മാത്രം നിന്നിട്ടുള്ളൂ. തുണി എടുക്കാനൊക്കെ. വിശന്നാൽ ദിഗംബരനാകുന്ന ആര്? അങ്ങനൊന്നുമില്ല. ഇന്ന് തന്നെ നീ പച്ചപ്പുളി എന്തോ പഞ്ചസാര ഇട്ട് നീ തിന്നില്ലേ? വിശന്നിട്ടല്ലേ? പച്ചപ്പുളി പഞ്ചസാര ഇട്ടോ? എനിക്കറിഞ്ഞൂടാ. ഇവൻ അവിടെ ഇരുന്ന് അരിയൊക്കെ വെറുതെ ഇരിക്കുന്ന വാരി തിന്നും. അങ്ങനല്ല. നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹം ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ എന്റെ കാര്യം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല. എന്ത് ടേസ്റ്റ് ഉണ്ടെങ്കിലും ആട്ടും കാട്ടായാലും അത് കണ്ണടച്ച് കഴിക്കുന്ന ആള്. ഞങ്ങളെ മാത്രമേ പറയാവുന്നുള്ളൂ. അപ്പൊ അച്ചാച്ചൻ മഞ്ജു ചേച്ചി ഒരു അമ്മയെ പോലെയാണെന്നൊക്കെ പറയുന്നത് കേട്ട് ഞാൻ. അയ്യോ, അത് പിന്നീട് ഞങ്ങളെ കുറ്റം പറയുന്ന രീതിയിലേ. ശരിക്കും അമ്മയെ പോലെയാണോ? ആ, അമ്മ പോലെ തന്നെ. അവിടെ നിന്ന് കാവ്യായാലും മതി. കാവ്യ ഒന്നും ഉണ്ടാക്കി ആ പൊടി എവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടാ നീ പോയി എടുക്കടാ. കറിയെങ്കിൽ പോയി എടുക്കടാ. നീ അമ്മയുടെ മൈൻഡ് ഏത് രീതിയിലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. മനസ്സിലാവില്ല എന്നൊക്കെ. ഇന്ന് നിങ്ങൾക്ക് ഫുഡില്ല കേട്ടോ, മിക്കവാറും നോട്ടം കണ്ടിട്ട്. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്. തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. നിങ്ങളെ കുറിച്ച് ഇവർ രണ്ടുപേരും എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? ഓക്കെ ആണോ? റെഡി ആണോ? ഇവിടെ ഒരു ചവിട്ട് നാടകം നടക്കുന്നുണ്ട്. കൂട്ടത്തിലെ തല്ലുകൊള്ളി. എന്തുകൊണ്ടാ ഇവരിടി വെക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മാത്രമല്ല, എല്ലാ വയ്യാവലി എടുത്ത് ആദ്യം നെഞ്ഞത്ത് വെക്കും. അപ്പോഴാണ് ഇവൻ എസ്കേപ്പ് ആവും. എന്നിട്ട് ഇവൻ ബുദ്ധി ഇല്ലാത്തോണ്ട് എല്ലാ പണിയും പെട്ടെന്ന് ഇവന് ഉള്ളതല്ലേ പറഞ്ഞു. അല്ലെന്ന് ആരെങ്കിലും പറയാ? അതില്ല. ഇന്ന് തല്ലുകൊള്ളും. എന്തോ പറയാനാ അറിയാതെ കൊണ്ടുപോകും. കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ തല്ലുകൊള്ളി അപ്പുവാണ്. ഓക്കെ, അച്ഛന് ഭയങ്കര സ്നേഹാന്ന് തോന്നുന്നുണ്ടോ? അച്ഛന്റെ പേര് ഇടക്കിടക്ക് പറയുന്നുണ്ട്. ഓക്കെ, പകൽ മാന്യം. രണ്ടുപേരും പകൽ മാന്യം. അല്ല, വെളിയിൽ നിന്ന് എല്ലാരും നോക്കുമ്പോഴത്തേക്കിനും ആൾക്കാര് രണ്ടുപേരും നല്ലൊരു രീതിയിലും ഇച്ചിരി ബുദ്ധി ഉണ്ടെന്നുള്ള ഇതിലും ഒക്കെയാണ്. വീട്ടിൽ ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ രണ്ടുപേരും അങ്ങനെ അല്ല എന്നുള്ള കാര്യം. ഞങ്ങൾ ഓരോ രഹസ്യങ്ങൾ അറിയാനുണ്ടോ? നമുക്ക് കഥ പറഞ്ഞ പോലെ. ഓക്കെ, ബെഡ് കണ്ടാൽ പിന്നെ ആന കുത്തിയെ പോലും എഴുന്നേക്കാത്തതാര്? അച്ചു. ഞാനോ? പിന്നെ ഞാനോ? ഇപ്പൊ വീട്ടിൽ എന്തേലും ഒന്ന് നമുക്ക് എന്തേലും ഒരു ഇത് വന്ന ആരെങ്കിലും ഇടയ്ക്കൊന്ന് വിളിച്ചാലും ഇപ്പൊ ഒരു 12 മണി സമയത്ത് ഇവൻ പെട്ടെന്ന് ഒരു ചേച്ചി വന്നപ്പോഴും ഞാൻ അവിടെ കിടന്നുറങ്ങുമായിരുന്നു. ഇവന് ബോധമാണ്. പെട്ടെന്ന് എഴുന്നേക്കും. നമ്മൾ എന്തെങ്കിലും വിളിച്ചാലും എന്തോ സാഹചര്യം പ്രകൃതി എനിക്ക് എതിരാണെന്ന് തോന്നുന്നു. സ്കൂളിൽ അയ്യോ സോറി, അങ്ങനെയല്ല. ഞാൻ സ്കൂളിൽ പോകാൻ നേരത്ത് ചില ദിവസം ഞാൻ പെട്ടെന്ന് ഒരുങ്ങും, പെട്ടെന്ന് കഴിച്ചു കഴിയും. എന്നാന്നറിയില്ല, അപ്പം സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിൽക്കും. ഇറങ്ങാൻ നേരത്ത് മൂത്രം ഒഴിക്കാൻ മുട്ടും. അങ്ങനെ ഇവ ഫ്രണ്ടിൽ കയറി ഞാൻ ലേറ്റ് ആവും. എന്നാന്നറിഞ്ഞൂടാ, എല്ലാം എനിക്ക് പ്ലാൻ ചെയ്ത് മണ്ടത്തരം ചെയ്യുന്ന ആള്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല, മണ്ടത്തരം ആദ്യം വരുള്ളൂ. പ്ലാനിങ്ങിന് ടൈം പോകത്തില്ല പുള്ളിക്ക്. പക്ഷെ പുള്ളി അത് പ്ലാൻ ആണെന്ന് വിചാരിക്കും. നേരെ പോയി എന്താ ഇപ്പൊ ഇത്? എല്ലാം എങ്ങനെയാണോ? എനിക്കിവിടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ എന്തോ പറയും. സത്യം അതുകൊണ്ടൊന്നും പറയാനില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. എപ്പോഴും അങ്ങനെയൊക്കെ എന്തേലും ഒക്കെ പൊട്ടത്തരെ വന്ന് പറഞ്ഞ് എത്തിക്കത്തുള്ളൂ പുള്ളി. അവിടെ കൂട്ടി ഞാൻ മാത്രം നിന്നിട്ടുള്ളൂ. തുണി എടുക്കാനൊക്കെ
കമ്പനി. അല്ലാതെ ഞാൻ ഇപ്പൊ വീട്ടില് വഴക്ക് കേൾക്കണ്ടാത്തൊരു സാഹചര്യം ഉണ്ട്, ചിലപ്പോ അപ്പായ്ക്കും അമ്മയ്ക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ലായിരിക്കും. പുള്ളി അവിടെ അത് സോൾവ് ചെയ്യാനായിട്ട് പോയി അതങ്ങ് പറഞ്ഞ് പരത്തി അത് മൊത്തം അങ്ങ് വൃത്തികേടാക്കി തേച്ചത് അവൻ തന്നെ തേച്ചുകൊണ്ട് ആ സാധനം. അതാണ് അവന്റെ ക്യാരക്ടർ. അതായത് അടിപൊളിയായിട്ട് ചെയ്യുന്ന കാര്യമൊക്കെ കയ്യിൽ നിന്ന് പോവും, ഫ്ലോപ്പ് ആയിട്ട് പോകുന്നൊക്കെ. വിശന്നാൽ ദിഗംബരനാകുന്ന ആര്? അപ്പുവാണ്. ഓക്കെ അതാണ്. വിശന്ന് ഭയങ്കര ദിഗംബരനൊന്നും ആവത്തില്ല. വിശപ്പ് കൂടുതൽ അപ്പു ഞാൻ ആ ദിഗംബരനാകത്തില്ല. പക്ഷെ എന്റെ ഇതില് അവനാണ്. അവനിപ്പൊ കൂടുതൽ കഴിക്കുന്ന അവനാന്നേ ഉള്ളൂ. വിശപ്പ് കൂടുതൽ എനിക്കാ. അങ്ങനൊന്നുമില്ല. ഇന്ന് തന്നെ നീ എന്നാ പച്ചപ്പുളി എന്തോ പഞ്ചസാര ഇട്ട് നീ തിന്നില്ലേ? വിശന്നിട്ടല്ലേ? പച്ചപ്പുളി പഞ്ചസാര കിട്ടാൻ ആ അതെ എനിക്കറിഞ്ഞൂടെ. ഇവൻ അവിടെ ഇരുന്ന് അരിയൊക്കെ വെറുതെ ഇരിക്കുന്ന വാരി തിന്നും. അത് പിത്തം ഉണ്ടായി. അങ്ങനല്ല. ഇങ്ങനെ വിയേർഡായിട്ട് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതാ? കൂടാ ഞാൻ ഇവിടെ പുളി ഇരിക്കുന്ന കണ്ട്, ഉണക്കിയിട്ടേക്കുന്ന കണ്ട്. അപ്പൊ അത് പുളി ചുമ്മാ കഴിക്കാന്ന് വിചാരിച്ച് ടേസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹം ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ എന്റെ കാര്യം ചോദ്യങ്ങൾ ചുമ്മാ ഞാൻ വന്നപ്പോ തൊട്ട് കരയണ ആളാ. ആണോ? ഇല്ല, നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കോ കിച്ചണിലേക്ക് കേറിയിട്ട്? ഫുഡ് ഉണ്ടാക്കുന്ന കാണും. നല്ല രസം. ഫുഡ് ഉണ്ടാക്കത്തില്ല. ചേച്ചി അത് ഉണ്ടാക്കുന്നു. ഫുഡ് ഉണ്ടാക്കോ ഇവര്? എന്നാണ് നീ ഉണ്ടാക്കുന്നത്? അല്ല ഉണ്ടാക്കുന്ന വെള്ളം എടുത്ത് ഗ്ലാസ്സിൽ കുടിക്കും, പിന്നെ അവിടെ വന്ന് നിന്ന് നോക്കി തീർന്നില്ലേ എന്ന് ചോദിച്ചോണ്ട് നിന്ന് അലമ്പുണ്ടാക്കും. ഞാൻ കണ്ടിട്ടില്ല. ഇല്ല ഒന്നും ഉണ്ടാക്കാ ഇല്ല. പക്ഷെ ഇത് ഫുഡൊക്കെ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കണ്ടോ? ഇവരിങ്ങനെ പരസ്യം അപ്പനും അമ്മയ്ക്കും കൊടുത്തു. ഞങ്ങൾക്ക് വേണ്ട, അത് അത്ര വിശ്വാസം കേട്ടോ. അവിടുന്ന് പെട്രോൾ കാശും കളഞ്ഞ് ഇവിടെ വന്ന് ഇത് കഴിക്കാൻ വയറ് വിളക്കി കിടക്കാൻ കേട്ടോ. നല്ല തളപ്പലാണല്ലോ. നിനക്ക് ചേർത്തലൊക്കെ നിന്നാ പോലെ എന്തിനാ വിളിച്ചേ? ഓക്കെ, സ്വയം പൊങ്ങിയാരാണ്? അങ്ങനെയില്ല. കൈ പിടിക്കാൻ സാഹചര്യം ഞാൻ കാന്തോ എല്ലാ കൈ എന്റെ കാര്യമാണ്. സ്വയം പൊങ്ങിയല്ല, ഇങ്ങനെ എനിക്കറിയാം, അത് അവനെ അറിയാൻ വഴിയുള്ളൂ. ഞാൻ പണ്ട് ഇടത്ത് പറഞ്ഞ കഥ എനിക്ക് അതേ ഇപ്പൊ ഓർമ്മ വരുന്നുള്ളു. ഞങ്ങളുടെ അച്ചാച്ചനുണ്ട്, വേറെ അച്ചാച്ചനല്ല, കസിൻ ചേട്ടൻ. പുള്ളി ഞങ്ങൾക്ക് ഒരു ക്രോക്സ് വാങ്ങിച്ചു തന്നു. 4500 രൂപയുടെ ഒരു ക്രോക്സിന് എത്രയൊക്കെ വരും. അത് വാങ്ങിച്ചു തന്നു. പരീക്ഷ സമയത്തപ്പോ ഞങ്ങൾ അത് ഇട്ടോണ്ട് പോയി. അപ്പൊ ക്ലാസ്സിലെ ഒരുത്തൻ ചോദിച്ചോടാ ഇതെന്തോടാ കൊള്ളാലോ, ഇത് എവിടുന്നാ വാങ്ങിച്ചതെന്ന് എന്നോടാ ചോദിച്ച. എവിടുന്നും ഇല്ലാത്ത ഇവൻ വേറെ ക്ലാസ്സാ. ഇവൻ കയറി വന്നിട്ട് അതിന്റെ വിലയും ഇതും എല്ലാം പറയുന്നു. സ്ഥലം ഇതാ, ഇത്ര വിലയുടെ സംഭവം ഇതെല്ലാം പറയുന്നു. എന്നോടാ ചോദിച്ച സ്ഥലം എവിടുന്നാ വാങ്ങിച്ചെന്നാ ചോദിച്ച. ഇവൻ അതിന്റെ വിലയും എല്ലാം പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ ശരിക്കില്ലേ, നിങ്ങൾ ഇപ്പൊ ട്വിൻസ് ആകുന്ന സമയത്തെ ഒരാൾക്ക് വിഷമം മറ്റാൾക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ പറയാറില്ലേ? അങ്ങനെ ശരിക്കും അങ്ങനെയുള്ള ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ ഉണ്ടോ ട്വിൻസിന്? ഇവന് വിഷമാവുമ്പോ എനിക്ക് വിഷമാവും. വിഷമാവത്തില്ല, വിഷമാവുമ്പോ അറിയാം, സന്തോഷിക്കരുത്. കൂടെ ഇരുന്നൊന്നും കരയത്തില്ല. അറിയാലോ ഇവന് 17 വർഷമായിട്ട് കൂടെ നടക്കുന്നല്ലേ. ഇവൻ എന്തോ ചെയ്യുന്നെന്ന് എനിക്ക് പിടി കിട്ടും. ഈ എല്ലാ കാര്യവും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മുടെ ഒരേ പ്രായക്കാര് ഒരുമിച്ച് ഒരേ ഇതിൽ വളർന്നു വരുമ്പോഴേ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് പോലൊന്നും അല്ല, അനിയനും ചേട്ടനുമായിട്ടൊന്നുമല്ല, ഞങ്ങള് കൂട്ടുകാരന്മാരെ പോലെ. അത്രേ ഉള്ളൂ. ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമില്ല. അങ്ങനെ ഷെയർ ഒന്നും ഇല്ല. അങ്ങനെ ഷെയർ ചെയ്യാനൊന്നും ഇല്ല. ഷെയർ ചെയ്താൽ അപ്പൊ വീട്ടിലെത്തിക്കുന്നതാണോ? ഇല്ല, ചേട്ടനനിയൻ ബന്ധം അങ്ങനല്ല, കൂട്ടുകാരന്മാരെ പോലെ. ടേസ്റ്റ് ഉണ്ടെങ്കിലും ആട്ടും കാട്ടായാലും അത് കണ്ണടച്ച് കഴിക്കുന്ന ആള്. ഞങ്ങളെ മാത്രമേ പറയാവുന്നുള്ളൂ. അപ്പൊ അച്ചാച്ചൻ എനിക്കറിയത്തില്ലേ? അച്ചാച്ചൻ ഒരിക്കലും എനിക്കിട്ട് കുറച്ച് കൊടുക്കട്ടെ എന്നൊക്കെ. ആട്ടിൻകാട്ട് അവിടെ ഇരിക്കട്ടെ, അവിടെ ഒരിക്കലും ഇറങ്ങാത്ത സാധനം അവിടെ എന്തോ നടക്കത്തില്ല. അത് ഞാനാന്ന് എനിക്ക് തോന്നുന്നു. എന്ത് കഴിച്ച് തന്നാലും കഴിക്കുമോ? എന്ത് തന്നാലും അങ്ങനല്ല. എന്നാ എനിക്കൊരാളെ വിഷമിപ്പിക്കുന്ന ഇഷ്ടമില്ല. അമ്മ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കുളമായിട്ടില്ല ഇതുവരെ. അമ്മ ഇവിടെ ഉണ്ടോ? ഇല്ല, അവിടെ എന്താ അടുക്കള എന്താ ശബ്ദം കേൾക്കുന്നുണ്ട്. നീ ഇത് കഴിച്ചാ മതി. ഇവനങ്ങനെ വിഷമിപ്പിക്കുന്ന ടൈപ്പ് അല്ല. ലേശം ഒരു ഇൻട്രോവേർട്ടാന്ന് ഇവൻ പറയുന്നുണ്ട്. അങ്ങനല്ല, അവൻ നമ്മളെ ആരെ വിഷമിപ്പിക്കാനായിട്ട് ശ്രമിക്കത്തില്ല. മുഖത്ത് നോക്കി അത് നോ എന്ന് പറയത്തില്ല. പുള്ളി പിന്നെ അതങ്ങ് നന്നായിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഫുഡിന്റെ കാര്യത്തില് ഇതുവരെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അമ്മ ഇത് ഒരിച്ചിരി ഇത് കൂടുതലുണ്ട് കേട്ടോ. കേട്ടെന്നോ ഉണ്ടല്ലേ? ആ രീതിയിലുണ്ടല്ലേ?
ഉണ്ടേ നീ കഴിക്കണ്ട, നീ അത് കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുക്കണ, നീ കൊണ്ട് കളയണം. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ നിർത്തിയായിരുന്നു ശരി. അഭിപ്രായം പറയാൻ പേടിയാ, ഞാൻ ഇനി ഇവനെ പോലെ തന്നെ ആകാൻ പോവാ. എന്തുണ്ടെങ്കിലും കഴിക്കാൻ അല്ല, അവൻ ഇങ്ങനെ രണ്ട് വെള്ളത്തിൽ നിൽക്കുന്ന ആളാ. അല്ല, ആ സമയം എന്റെ വൈകാത്ത ചോറായിരുന്നു. അതെപ്പോഴും ആണല്ലോ. ഞാൻ ഒരു വാശി തീർക്കാനുണ്ട്. ഞങ്ങക്ക് രണ്ടാമതൊരു ചേച്ചിയുണ്ട്, അഖില എന്നാ. ശരിയാ. ഞങ്ങക്ക് രണ്ടാമതൊരു ചേച്ചിയുണ്ട്, അഖിലയുടെ ഹസ്ബൻഡാണ് ജെറിൻ, മോളുടെ പേരാണ് സാറ. അഖില പ്രത്യേകം ശ്രദ്ധിച്ചു, ഒരു ചെറിയൊരു കണക്ക് തീർക്കാനുണ്ടായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നും എന്റെ പേരൊന്നും എവിടെയും പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ അടുത്ത ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടേ അങ്ങനല്ല, ചുമ്മാ ഒരു പുച്ഛൻ രീതിയില്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും പറയുന്ന പറയല്. പിന്നെ എനിക്ക് എന്തായാലും പറഞ്ഞേ ഉള്ളൂ പറ്റൂ, ഒരു തൊര. ഇവര് കൊച്ചിലെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറെ രണ്ടുപേരും കൂടെ ആയതുകൊണ്ടേ കുറച്ച് ആക്ടിവിലും കുറെ കുസൃതി തരങ്ങളൊക്കെ കാണിക്കല്ലോ. കൊച്ചിൽ ഇവര് കാണിച്ച കുസൃതി നമ്മൾ പഴയ കഥകളൊക്കെ പറയല്ലോ. ഇപ്പൊ കൊച്ചിലെ പിള്ളേർ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ വികൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ഥിരം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പറയുന്ന ഒരു കഥയുണ്ടോ? അങ്ങനെ ഓർമ്മ നിൽക്കാനായിട്ട് എപ്പോഴും ആ ഒരു രീതി തന്നെയാണ് വീട്ടില്. പിന്നെ വീട് നിറച്ചും ഇങ്ങനെ ടോയ്സ് ഉണ്ടാവും. അതപ്പോ സെയിം തന്നെ രണ്ടെണ്ണം ഉണ്ടാവും. ഒരു കളിപ്പാട്ടത്തിന് രണ്ടെണ്ണം വാങ്ങും. ഒറ്റ കളിക്കില്ല. ഇല്ല ഇല്ല, അതും ഒരേ കളറില്. അന്ന് ഇന്ന് അത് പറ്റത്തേ ഇല്ല. ഇപ്പൊ കളിപ്പാട്ടത്തിന്റെ അല്ല, ഇപ്പം ഒരേപോലത്തെ ഒന്നും വേണ്ട. അന്ന് സെയിം ആയിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു ചെറിയ കളർ പോലും മാറാൻ പാടില്ല. അപ്പം ഇവനായിരിക്കും പെട്ടെന്നൊരു സാധനം കയ്യിൽ നിന്ന് അത് സ്പോയിലായി പോകുന്നു, ഇടിച്ചോ പൊട്ടിച്ചോ. പുള്ളി അത് ആദ്യം നശിപ്പിച്ച് അതിന്റെ രൂപം മാറ്റിയിരിക്കും. പുള്ളി അങ്ങനെയല്ല. അപ്പം ഇവൻ ചെന്ന് അവിടെ കൺവിൻസ് ചെയ്യിപ്പിക്കും, നീ അത് ആ രൂപത്തിലേക്ക് ആക്കി എടുക്കുക എന്ന് പറഞ്ഞു. ഭയങ്കര. അപ്പം അതുപോലെ തന്നെ പൊട്ടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് എനിക്കും അഖിലയ്ക്കുവാ. ഞങ്ങൾ രണ്ടും ആ ഷേപ്പിലേക്ക് അതിനെ മാറ്റി കൊടുക്കണം. അത് ഇവൻ പൊട്ടിച്ചു വെച്ച സാധനം അടുത്തത് ആ ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കണം. അല്ല വീട് പിന്നെ തിരിഞ്ഞിരിക്കും. അതാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ശല്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ടുപേരും ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. ഒച്ച കേട്ട് എന്നെ ആടാന്ന് ചോദിക്കാൻ വരുമ്പോ ഭയങ്കര സ്നേഹവും ആയിരിക്കും. പിന്നെ അവിടെ കുറ്റക്കാരാവുന്ന ഞാനോ അവളോ ആയിരിക്കും. ഇവിടുന്ന് ഓടിക്കും. അപ്പം നമുക്ക് ഇങ്ങനത്തെ പഴയ വീടായതുകൊണ്ട് ഒരു മുറിക്ക് 4 കതക് കാണും. ഇവിടുന്ന് ഇറങ്ങി ഓടി ഞങ്ങൾ അവിടെ ചെന്ന് അതുവഴി അടുക്കള വഴി കയറാന്ന് ഉദ്ദേശിച്ച ഇവിടുത്തെ സെറ്റ് ഒരാൾ അവിടെ ഈ സെയിം സാധനമായിട്ട് അവിടെ കാണും ഇടി തരാനായിട്ട്. നമ്മൾ അതുവഴിയും കയറ്റുമല്ല, അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരുമ്പോ ഇവിടുന്നും കയറ്റത്തില്ല. എന്റർടൈൻമെന്റ് ആയിരുന്നു രണ്ടുപേരും. വീട്ടിലിരിക്കാൻ നമ്മളെ സമ്മതിക്കത്തില്ല. അവളെ പോലെ തന്നെ ഇരിക്കുന്നു ഇവനെ കാണാനും, സ്വഭാവവും എല്ലാം. പെട്ടെന്ന് സങ്കടം വരും, കണ്ണ് നിറയും, പെട്ടെന്ന് ഫീലാകും. എന്നെ കാണാൻ ഇവളെ കാണാൻ എന്നെ പോലെ നല്ല സുന്ദരിയാന്ന് എല്ലാരും പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കൂടെ ഇവന്റെ ക്യാരക്ടറും വെളിയിൽ, ഇവന് സങ്കടം വന്നാൽ അവൻ വെളി കാണിക്കത്തില്ല. അവൻ പിടിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ മാക്സിമം നോക്കും. പക്ഷെ ഇത്ര ചെറുപ്പത്തിലേ ഇതൊക്കെ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. ഇവരുടെ പേരിലോട്ടുള്ളത് അങ്ങനെ ഒരു ഷെയർ അവർക്കുള്ളത് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. അത് ഇങ്ങനെ FD പോലെ ആക്കിയിട്ടേക്ക് എടുക്കാൻ അല്ലാത്ത ഇല്ലെങ്കിലേ ഇപ്പോഴേ ശരിയാവത്തില്ല. നമ്മൾക്ക് അതിന് ഇങ്ങനെ വിവരമായി എന്നുള്ള. ഇപ്പൊ ഈ നേരത്തെ ഒരു ഇത് പറഞ്ഞല്ലോ, ബമ്പർ അടിച്ചിട്ട് കിട്ടുന്നത്, അത് ആക്ച്വലി നടന്ന ഒരു കാര്യമായത് കൊണ്ടാണ് അത് അവസാനം പൂട്ടി എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത്. ഇതുപോലെ തന്നെ നടന്നതാ. രണ്ടുപേർക്കും അതിനെപ്പറ്റി ഒന്നും മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര തിട്ടമായിട്ടില്ല. ആ ഒരു ലാഘവ ഇങ്ങനെ അങ്ങ് പോകും. അതുപോലെ തുണി മേടിക്കാൻ പോയി, കണ്ടതെല്ലാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പൈസയുടെ കാര്യം ആലോചിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ചെന്നു. അങ്ങനല്ല, സത്യാവസ്ഥ പറഞ്ഞ ആർക്കും. അയ്യോ സത്യാവസ്ഥ ഇല്ലേ? എന്നാൽ ഇത്രയും പറഞ്ഞു പൈസ കൊടുത്ത് വിട്ടു. അവര് ഇഷ്ടമുള്ളത് എടുത്തു. അപ്പൊ നമ്മൾക്ക് നോർമലി അതെന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഏജില് എല്ലാ പിള്ളേരും ഈ ഒരു ഏജില് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മാനേജ് ചെയ്തുകൊണ്ട് പോവുക. നമ്മൾ ചോദിക്കുമല്ലോ അതെന്നെങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മളത് കാൽക്കുലേഷൻസ് ഉണ്ടാവണം. അതില്ല എന്നാ പറഞ്ഞത്. ആദ്യമേ ടീഷർട്ടും പാന്റും വാങ്ങിച്ചു. പിന്നെ അവര് ഷർട്ട് എടുക്കട്ടെന്ന് ചോദിച്ചപ്പോ ഞങ്ങളെങ്ങനെ വേണ്ടെന്ന് പറയാണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഷർട്ടും എടുത്ത് എനിക്കറിയാം പൈസ പോകുമെന്ന് അറിയാം. ഇവന് മനസ്സിലായി. പക്ഷെ ഇതിന് വേണ്ടെന്ന് എങ്ങനെ പറയാൻ? ഇവന് ഇൻട്രോവേർട്ട് അല്ലേ?
ഫോണാക്കി കൊടുക്കണം. അവനങ്ങനെ ഇതുവരെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് എക്സ്ട്രോവേർട്ട് ആവുമോ? അവര് അവിടെ ആൾക്കാർ പോയി. ഞാൻ ഉടുപ്പ് മാറാൻ വേണ്ടി പോയി. അവരുടുപ്പ് വന്നപ്പോ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോയപ്പോ എന്റെ ഫോൺ എടുത്തിരുന്ന് എഡിറ്റ് ചെയ്യുന്നു. അവരോട് സംസാരിക്കുക, ഫ്രണ്ടിലിരിക്കും അവര്. ഞാൻ ഇറങ്ങി വന്നപ്പോ ഇവനിങ്ങനെ ഫോണിൽ എന്തോട്ടോ ചെയ്യുന്നു. നോക്കിപ്പോ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നു. ഇവൻ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ അവരോട് സംസാരിക്കാൻ വയ്യാത്തോണ്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യുക. ഇടയ്ക്ക് ഫോണ് നമുക്ക് ഉപകാരപ്പെടുവേ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ. പൈസ ഉണ്ടാ ചെലവാക്കും അങ്ങനൊന്നുമില്ല. ചെലവാക്കൊന്നുമില്ല, അതൊന്നും അറിഞ്ഞ് അല്ല, അതിന് ശരിക്കും അങ്ങനല്ല കാര്യം. അതിപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു അവരോട് എത്ര ആവും എന്നൊക്കെ ചോദിച്ചു. അയ്യോ നിങ്ങളല്ലേ അതൊക്കെ അങ്ങനെ പറഞ്ഞു. ഞാനിപ്പോ എന്തോ പറയാ ആ സമയത്ത്. നമ്മുടെ പിള്ളേരല്ലേ കുറച്ച് അങ്ങനെ പറഞ്ഞു. ഞാനിപ്പോ എങ്ങനെ പൈസ ചോദിക്കുന്നത്? ചോടക്കാര് മലങ്കോള് വന്നിട്ടുള്ള അതെ ബമ്പറൊക്കെ അടിച്ച് വരുവാണ്. ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ അതുകൊണ്ട് ചോദിച്ചില്ല. അല്ലാതെ പൈസ കണ്ട ഇത്രയും രൂപ തന്നിട്ട് അതിൽ കൂടുതൽ ചെലവാക്കുന്ന അങ്ങനൊന്നും ഇല്ല. ഇല്ല ഇല്ല. ഈ ബമ്പർ സീരിയൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കൂട്ടാറുണ്ടായിട്ടാ? എല്ലാവരും ഭയങ്കര കമ്പനി ആയിരിക്കും, എന്നാലും ഒരു സ്പെഷ്യൽ കൂട്ടാറായിട്ടാ? അങ്ങനെ ചോദിച്ചാ ഒരു 4-5 പേരുണ്ട്. ഓക്കെ, ആരൊക്കെയാ? അഖിൽ ആകേഷ് എന്ന് പറഞ്ഞ 2 പേരുണ്ട്. പിന്നെ ശ്രീജിത്ത്, പേരാണ് പറയുന്നത്, ചേട്ടൻ കൂടെ സൈഡിൽ ശിവപ്രസാദ്, പിന്നെ അരുൺ വേറെയുള്ള ഇത്ര പേര്. ഇവരൊക്കെയാണ് വലിയ കൂട്ട്. ഈ ജഡ്ജസ്മാരുടെ ഏറ്റവും കൂടുതൽ തగ్గടിക്കുന്ന ആരാ? അത് അവിടുന്ന് ഇങ്ങോട്ടോ? അത് നസീർക്ക. നസീർക്കാണ് തగ్గടിക്കാൻ. പിടിച്ചിക്കാൻ പറ്റില്ല. മഞ്ജു ചേച്ചി ഒരു അമ്മയെ പോലെയാണെന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ. അയ്യോ, അത് പിന്നീട് ഞങ്ങളെ കുറ്റം പറയുന്ന രീതിയിലേ. ശരിക്കും അമ്മയെ പോലെയാണോ? അമ്മയെ പോലെ തന്നെ. ഈഗോ ആയ അവിടെ നിന്ന്. ആണല്ലോ. മമ്മിക്ക് ഹേർട്ട് ചെയ്യോ? ഇല്ലില്ല. കുറച്ചൊരു സ്നേഹം കൂടുതലൊക്കെ കാണിക്കുമ്പോ? ഇല്ല, ഫുഡിന്റെ കാര്യത്തിൽ മാത്രമേ ഈഗോ ഉള്ളൂ. അതായത് മമ്മിയുടെ ഫുഡ് സൂപ്പർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പറയത്തുള്ളൂ. എങ്ങനെ ഉണ്ടാ കൊള്ളാവോ, ചെറിയൊരു പ്രശ്നം നീ കഴിക്കണ്ട പറ്റോ, അത്രേ ഉള്ളൂ. ശരിക്കും അവർക്ക് ഹേർട്ട് ചെയ്യുന്ന കാര്യം. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വേറെ ആളുടെ ടിഫിൻ ബോക്സ് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യും. അതിപ്പോ ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്ത് നല്ലതാന്ന് പറഞ്ഞാൽ അത് അതിലും പൂക്കം പോകും. ഇവിടെ അത് വെളിയുന്നവരും വേണമെന്നില്ല, ഞാൻ തന്നെ മതി. കാവ്യായാലും മതി. കാവ്യ ഒന്നും ഉണ്ടാക്കിയത് ആ പൊടി എവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടാക്കി നീ പോയി എടുക്കടാ, നമുക്ക് അറിയാമെങ്കിൽ പോയി എടുക്കടാ. നമുക്ക് അമ്മയുടെ മൈൻഡ് ഏത് രീതിയിലാന്ന് നമുക്ക് പറയാൻ പറ്റൂല, മനസ്സിലാവില്ല എന്നൊക്കെ. ഇത് ഫുഡില്ല കേട്ടോ മിക്കവാറും നോട്ടം കണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗെയിമും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞങ്ങൾ അപ്പൊ ഒരുപാട് സന്തോഷം. ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി. ആൻഡ് ഇനി സ്റ്റേജിൽ കാണാം അച്ചാച്ചനെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ വേണ്ടി. അച്ചാച്ചൻ അതാണ് പേടിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നു. കാരണം ഓരോ വീഡിയോസ് വരുമ്പോഴേ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വീഡിയോ അല്ല ഇത് തന്നെ. ചില സമയത്ത് ഈ ഷോർട്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ കണ്ടിട്ട് ഇത് കണ്ടോടി ആസ്വദിക്കുന്നുണ്ടോ? അങ്ങനെ ആസ്വദിക്കാറില്ല. കേറി വരാൻ നേരത്ത് പിന്നെ അത് തന്നെ ഇങ്ങനെ അതിന്റെ കമന്റ് ഒക്കെ ഇരുന്ന് വായിച്ച് അച്ചാച്ചൻ കൊള്ളാലോ പിടിച്ചു വലിച്ചാ കൊണ്ടുപോയത്. അല്ല, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാ. എല്ലാവരുടെ ഫേസ് കാണായിരുന്നു അന്ന്. ഏറ്റവും വേട്ടാവളി എന്നൊരു പേരും കൂടെ വന്നപ്പോ തീർന്ന് വെളിയിൽ ഇറങ്ങി നടക്കാൻ. അത് ശരിക്കും പെട്ടെന്ന് ഇട്ടതാ കേട്ടോ. നാട്ടില് ഇവര് നോർമലി എല്ലാവർക്കും പേരിടുന്നൊരു ആൾക്കാരാണ്. ഇരട്ട പേരിടുന്ന ആൾക്കാരാണ്. നാട്ടുകാർക്ക് മുഴുവൻ പേര്, കൂട്ടുകാർക്ക് മുഴുവൻ പേര്. അതെന്നാണേലും കറങ്ങി തിരിച്ച് ലോകർക്ക് മൊത്തം വിളിക്കാനൊരു പേര്. ഞാൻ പറഞ്ഞു വിളിച്ച് വിളിച്ചിപ്പം ലോകര് മുഴുവൻ വിളിക്കേണ്ട അവസ്ഥയായി. വിളിക്കാറുണ്ടോ പുറത്തു പോകുമ്പോ? ഇരുട്ടത്തൂടെയൊക്കെയാ വിളിക്കുന്നേ. രാത്രിയില് ടൗണിൽ മനസ്സിലാവില്ല. അവിടെ നിന്ന് ആ ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വേട്ടാ വിളിക്കാൻ. പക്ഷെ ഇങ്ങനത്തെ 2 അളിയന്മാരെ എവിടെ കിട്ടും അല്ലേ? ആർക്കും കിട്ടല്ലേ എന്നൊക്കെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗെയിമും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞങ്ങൾ അപ്പം കെവിനെ നമ്മളിപ്പോ ഒരു ഗെയിം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ച് തപ്പിപ്പിടിച്ച ഒരു ഗെയിം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നോക്കാം. ഗ്ലാസസ് ഉണ്ട്, ബലൂൺ ഉണ്ട്. ഒരാൾക്ക് ബ്ലൂ ബലൂൺ, ഒരാൾക്ക് ഗ്രീൻ ബലൂൺ. ഓക്കെ, റെഡ് ബലൂൺ. ഓക്കെ, അപ്പൊ ഗ്ലാസസ് ഉണ്ട്. നിങ്ങൾ ആദ്യം ഓരോ ഗ്ലാസ് നിരത്തി വെക്കാം. എന്നിട്ട് ബലൂണ് വീർപ്പിക്കാം. എന്നിട്ട് ഓരോ ഗ്ലാസ് വീർപ്പിച്ച് ആ കാറ്റ് കൊണ്ട് കളയണം. റെഡിയാണോ? സിമ്പിൾ അല്ലേ? അപ്പൊ തുടങ്ങാവോ? ഓക്കെ, സ്റ്റാർട്ട്.
ആ അല്ല ഒറ്റ ശ്വാസത്തിനെല്ലാം വേണമെങ്കിൽ അത് ഒറ്റ ശ്വാസത്തിലാക്കാം, അല്ലാതെ വീണ്ടും വീണ്ടും വീർപ്പിച്ച് ആ കാറ്റുണ്ടാക്കാം. കളിച്ചാ പോരെ. ഇത്രേ ഉള്ളൂ. എന്ന് വെച്ച് കൈ കൊണ്ടും തട്ടിയേക്കരുത്. ഇല്ല. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ തുടങ്ങാം. ഓക്കെ, സെറ്റ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. എന്താ ഞാൻ എങ്ങനെയാലും ചെയ്യാം, എന്റെ നോക്കി ചെയ്യണ്ട. ചേടാ എൻ്റെ അമ്മോ, സിമ്പിളായി പോയോ? അയ്യോ ഭയങ്കര സിമ്പിളായി പോയി. ഇന്ന് ആസ്മ എല്ലാം വരുമെന്ന്. ഊതല്ല ഒരുമിച്ച് പോവാ. പോടാ കള്ള. അയ്യോ ഇത് ഇങ്ങോട്ടാണോ അങ്ങോട്ടേക്ക്. ഇതിനെ വീർക്കാത്ത രണ്ടെണ്ണം പോയ കാറ്റ് വരുമെന്നെന്തോ പ്രശ്നമുണ്ട്. വേറെ പ്രശ്നം ഒരു പ്രശ്നമില്ല അതിന്. എടാ ഒന്നുമില്ല. കഷ്ടം ഉന്തിയൊക്കെ ഇടുന്നുണ്ടോ? ഇല്ല സത്യമായിട്ട്. അയ്യോ ഇതെന്തൊക്കെ പാടെന്നാ പറയാ, ഇങ്ങനെ കളിക്കണതാ. ഒന്ന് നമ്മൾ ഒരുമിച്ചെല്ലാം ചെയ്യണ്ടല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യും. പാവല്ലേ. ആളുണ്ടല്ലോ, കൊറച്ച് വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. എന്റെ പിഴാക്ക് എന്റെ അമ്മ. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധിച്ചു. പക്ഷെ ലാസ്റ്റ് റൗണ്ട് 1-1 ഉണ്ടായത്. ആള് പോരാളി. ലാസ്റ്റ് എത്ര ഗ്ലാസസ് താഴെ വീഴ്ത്തിയ നെഞ്ചടിക്കണ്ട. അത്ര നേരമായിട്ട് പോകാത്തത് സെയിം അവസ്ഥയായിരുന്നു ആദ്യമേ എനിക്കുണ്ടായത്. ഇത് വീർക്കുന്നില്ല. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് കളിച്ചു. എങ്ങനെയുണ്ട് മറിയം? ആരെ കളിയിൽ ജയിച്ചേ കണ്ടായിരുന്നോ? കൺഗ്രാറ്റുലേഷൻ പറ. സൂപ്പർ ആയിട്ട് കളിച്ചു എന്ന് പറ. കൈ കൊടുക്ക്. ഓക്കെ, സമ്മാനം എന്താ? കളിക്കാം. ശരി, അപ്പം എന്തായാലും കളി ജയിച്ചിരിക്കുന്നു. ഷെയ്ക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പോകോ, ടാറ്റ. തോറ്റാൾക്ക് ഷെയ്ക്കൻ മാത്രമേ ഉള്ളൂ. പോക്കോ, ബൈ ബൈ. സന്തോഷിക്കുകയാണ് എന്നൊക്കെ. ഓക്കെ, ബൈ ബൈ. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.